പക്ഷെ നമ്മുടെ ദേശത്ത് ഹനുമാൻ ഭക്തന്മാരായിട്ട് നിറയെ പേരുണ്ടല്ലോ. ഉണ്ട്. കോടിക്കണക്കിന് ജനങ്ങൾ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും അമ്പലങ്ങളിൽ പോവാറുണ്ട്. അവരിൽ ഭൂരിഭാഗവും വ്രതവും ഇരിക്കാറുണ്ട്. പക്ഷെ ഹനുമാൻ എന്തുകൊണ്ടാണ് താങ്കളെ തന്നെ പിടിച്ചത്? അധികമായി ഭക്തി കാണിച്ചോ എന്തോ, എന്നോട് അധികം സ്നേഹമുണ്ടായേക്കാം. പക്ഷേ കോടിക്കണക്കിന് ജനങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ഭക്തന്മാരുണ്ടായേക്കാം. എല്ലാവരും അവരവർക്ക് വേണ്ടി പലതും ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഈ ലോകത്തിന് വേണ്ടി പലതും ചോദിക്കുന്നു. അതുകൊണ്ട് എനിക്കും മറ്റുള്ളവർക്കുമുള്ള വ്യത്യാസം ഇതായിരിക്കാം. നോക്കൂ, താങ്കൾ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നുള്ള ഒരു വീഡിയോ എന്റെ പക്കലുണ്ട്. താങ്കൾ ജനങ്ങളോട് ചോദിക്കുകയാണ്, അതായത് നിങ്ങളുടെ പക്കൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നൽകുക. ഉണ്ടെങ്കിലും വീടുകളുണ്ടെങ്കിലും കാറുകൾ, ബംഗ്ലാവ്, എന്തുണ്ടെങ്കിലും, സ്വർണം, വെള്ളി, ബാങ്ക്, FD, അതുപോലെ കറൻസിയും വീട്ടിലുള്ള പിള്ളേരെ ഒഴിച്ച് ബാക്കി എല്ലാം തരാനാണ് പറയുന്നത്. ഞാനൊന്നും വേണ്ട എന്ന് പറയുന്നില്ല. ഈ ദർബാർ നടക്കുമ്പോൾ ലോകത്തിലെ ജനങ്ങൾക്ക് ഒരു കണ്ണിവിടെ ഉണ്ടാകും. ഈ ദർബാർ നടക്കുന്നതിന് ജനങ്ങളുടെ കയ്യിലുള്ള കാശ് വീഴുകാൻ വേണ്ടിയിട്ടാണെന്ന് അവർ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാകാം. മനസ്സിലായോ? പക്ഷേ ഞങ്ങൾ ദർബാർ നടത്തുമ്പോൾ മൈക്കിലൂടെ പറയാറുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ളതൊന്നും ഞങ്ങൾക്ക് തരണ്ട, എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന്. പക്ഷേ നിങ്ങൾ ഒരു ശിഷ്യനായിട്ട് ഉള്ളിലേക്ക് വന്നിട്ട് എന്നെ ഗുരുവായിട്ട് കാണുകയാണ് എന്ന് കരുതി നിങ്ങൾ എനിക്ക് എന്ത് തന്നാലും ശരി, അതായത് ഈ ഇന്ത്യ TV പോലും എനിക്ക് എഴുതി തന്നാൽ എനിക്കൊന്നും മറുത്ത് പറയാനില്ല. ഞാൻ വേണ്ട എന്ന് പറയില്ല.